അധ്യായം 1. ഇരിപ്പും ശ്രദ്ധയും. ആദ്യത്തെ അധ്യായത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന രീതിയും അതേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയും ആണ്. ഗുണകരമായിട്ടുള്ള ഒരു ധ്യാനത്തിൻ്റെ അഭ്യാസത്തിന് ഇത് ഒരു അടിത്തറയാണ്. ധ്യാനം ആരംഭിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. ഇവ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ തന്നെ ബാധകമാണ്. ധ്യാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ തരത്തിലുള്ള ചില ധാരണകൾ ഉണ്ടാകാം. ധ്യാനം എന്നുള്ളത് മനസ്സിനെ മാത്രം സംബന്ധിച്ചുള്ളതാണ് എന്ന്. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ന് കാലത്ത് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്രം പടിഞ്ഞ് കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ ചിത്രമാണ് പരസ്യങ്ങളിൽ നമ്മൾ കാണാറുള്ളത്. ചമ്രം പടിഞ്ഞ് കണ്ണുകൾ അടച്ചിരിക്കുന്ന യോഗി. നമ്മൾ നേരത്തെ ധ്യാനം അഭ്യസിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാകും. ആ പരസ്യത്തിൽ പറഞ്ഞ യോഗിയെ പോലെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നിവർന്ന് വളരെ ശ്രദ്ധയോടുകൂടി ആ സുന്ദരമായിട്ടുള്ള ഇരിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ സ്ഥിതിയിൽ ഇരിക്കുന്നതിന് നമ്മളുടെ കാലുകളെ നമ്മൾ ബോധപൂർവം ആ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ചമ്രം പടിഞ്ഞ് ശരീരം നിവർന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ കാൽമുട്ടുകളിൽ വേദന അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ പുറം ഭാഗത്തോ അല്ലെങ്കിൽ ഇടുപ്പിലോ വേദന നമ്മൾക്ക് അനുഭവിക്കാം. അപ്പോൾ ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വളരെ വ്യക്തമാകും. നമ്മുടെ ശരീരവും ധ്യാനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ധ്യാനം എന്നുള്ളത് മനസ്സിൻ്റെ മാത്രം ഒരു പ്രവൃത്തിയല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ബുദ്ധിസ്റ്റിൻ്റെ വീക്ഷണപ്രകാരം ഈ സാഹചര്യം എന്നുള്ളത് ആകസ്മികമായിട്ടുള്ളതോ നിർഭാഗ്യമുള്ളതോ അല്ല. തുടക്കത്തിൽ തന്നെ ഈ ധ്യാന പരിശീലനത്തിൽ ശരീരവും മനസ്സും രണ്ടും ഉൾപ്പെടുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ ധ്യാനം എന്നുള്ളത് മനസ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഇരിപ്പ് എന്നുള്ളത് ശരീരത്തിൻ്റെ മാത്രം ഇരിപ്പല്ല, അത് മനസ്സിൻ്റെ ഇരിപ്പും കൂടി ആണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്ഥിതിയും കൂടി ആണ്. കൂടാതെ ഏകാഗ്രത എന്നുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ളത് ശരീരവും മനസ്സും രണ്ടും കൂടി ഉൾപ്പെട്ടതാണ്. ഈ ഇരിപ്പിലും അതേപോലെ തന്നെ ശ്രദ്ധയിലും നമ്മൾ രണ്ട് കാര്യങ്ങൾ വളർത്താൻ ശ്രമിക്കണം. ജാഗ്രത അല്ലെങ്കിൽ അലേർട്ട്നെസ്, അതേപോലെ തന്നെ അയച്ചുവിടൽ അല്ലെങ്കിൽ റിലാക്സേഷൻ. ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ ധ്യാനത്തിൽ കൊണ്ടുവരണം. അതായത് ഒരേ സമയത്ത് ജാഗ്രതയോടുകൂടിയ ഊർജ്ജസ്വലതയും അതേപോലെ തന്നെ റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടൽ, ശാന്തി, സമാധാനം ഇവയെല്ലാം നമ്മൾ ഒരേ സമയത്ത് കൊണ്ടുവരണം. സാധാരണയായിട്ട് ധ്യാനിക്കുന്ന ഇരിപ്പിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം. ഉദാഹരണമായിട്ട് ബുദ്ധൻ്റെ മൂർത്തികൾ ചമ്രം പടിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കാം. അദ്ദേഹം തൻ്റെ പുറം നിവർത്തിയാണ് വെച്ചിരിക്കുന്നത്. ജാഗ്രതയും അതേപോലെ തന്നെ റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടലും രണ്ടും തുല്യമായിട്ട് അനുഭവിക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇതുമൂലം നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ശാന്തിയും പ്രജ്ഞയും ജാഗ്രതയും വളർത്താൻ സാധിക്കും. എനർജി ആൻഡ് റിലാക്സേഷൻ, വീര്യവും അതേപോലെ തന്നെ അയച്ചുവിടലും. നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബോധപൂർവം അല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു അതിയായിട്ടുള്ള രീതിയിൽ പോകാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ആദ്യം നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ തെന്നി വീഴാൻ തുടങ്ങും, അല്ലെങ്കിൽ വശങ്ങളിലേക്ക് നമ്മൾ ആടും. അതുപോലെ തന്നെയാണ് ശരീരവും മനസ്സും. കൂടുതൽ വീര്യം നമ്മൾ ചെലുത്തുന്ന സമയത്ത് നമ്മൾക്ക് ശാന്തിയും അതേപോലെ തന്നെ ജാഗ്രതയും പുലർത്താൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് വളരെയധികം ഉത്തേജനം ഉണ്ടാകുന്നു, മനസ്സ് അസ്വസ്ഥമാകുന്നു, വളരെയധികം ശ്രദ്ധ ഉണ്ടാകുന്നു. അതുമൂലം നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇത് ഉത്തേജകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾക്ക് അനുഭവമാകുന്നത്. മനസ്സിൽ ഉദ്വേഗകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ശരീരത്തിൽ ഇത്തരമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണയായിട്ട് റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു
ചെയറിൽ സുഖമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് ഒരു ഞായറാഴ്ചയാണ്. നമ്മൾ ആലസ്യത്തോടുകൂടി നമ്മൾ ഒരു ചെയറിൽ കാൽ നീട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ടി വിയിൽ എന്തെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ സംഗീതം ശ്രവിക്കുകയായിരിക്കാം. ഈ സമയത്ത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ മനസ്സിന് അല്പം മയക്കം വരുന്നുണ്ട്. അതുകൂടാതെ മനസ്സ് ഇളക്കമുള്ളതാണ്. നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആണ്. ഈ സമയത്ത് നമ്മൾ ഒരു അർത്ഥബോധാവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. ആ സമയത്ത് നമ്മൾ പരിപൂർണമായിട്ടും ശാന്തരല്ല, എന്നാൽ പകുതി ഉറക്കത്തിലാണ്. റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടുക എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് വിചാരിച്ചിരിക്കുന്നത് ബോധമില്ലാതെ കിടക്കുക എന്നുള്ളതിനെ ആണ്. എന്നാൽ ബുദ്ധിസ്റ്റ് വീക്ഷണം അനുസരിച്ച് ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്നുള്ളത് വീര്യവും അതേപോലെ തന്നെ റിലാക്സേഷനും രണ്ടും പൂർണ്ണതയിലാണ്, എന്നാൽ സന്തുലിതാവസ്ഥയിലും ഉള്ളതാണ്. ഇത് ബുദ്ധിസ്റ്റിലെ ഒരു തത്വമാണ്. അതുകൂടാതെ നമ്മൾക്ക് ഈ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിനെ നോക്കുന്ന സമയത്ത്, മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, ആഴത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സ് കൂടുതൽ ജാഗ്രതയുള്ളതും കൂടുതൽ ശാന്തമായിട്ടുള്ളതായിരിക്കുന്നതായിട്ടും നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശ്രദ്ധ വർത്തമാനകാലത്തിൽ പ്രതിഷ്ഠിതമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന സമയത്ത്, മനസ്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രകൃതത്തെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് മനസ്സ് പൂർണ്ണമായിട്ടും ജാഗ്രതയുള്ളതാണ്, അതേസമയം ശാന്തവുമാണ്. രണ്ടും ഒരുമിച്ചിട്ടാണ് നടക്കുന്നത്. രണ്ടും പരസ്പര വിരോധമുള്ളതല്ല. രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് നിലനിൽക്കുന്നതാണ്. ജാഗ്രതയും അതേപോലെ തന്നെ ശാന്തതയും. എന്നാൽ പലപ്പോഴും ഇത് നമ്മളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. സാധാരണ നമ്മളുടെ അനുഭവത്തിന് നിരക്കാത്തതാണ്. ഒരേ സമയത്ത് നമ്മൾക്ക് എപ്രകാരം ജാഗ്രതയോടുകൂടിയും ശാന്തമായിട്ടും നിലനിൽക്കാൻ സാധിക്കും? നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒന്നില്ലെങ്കിൽ ജാഗ്രതയോടുകൂടി ഇരിക്കണം, അല്ലെങ്കിൽ ശാന്തമായിട്ട് ഇരിക്കണം. എന്നാൽ നമ്മൾ മനസ്സിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രകൃതത്തെ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നിലനിർത്തുന്ന സമയത്ത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സ് പരിപൂർണമായിട്ടും ജാഗ്രതാവസ്ഥയിലുള്ളതാണ് എന്ന് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്രദ്ധയുള്ളതാണ്, പൂർണ്ണമായിട്ടും ജാഗ്രതാവസ്ഥയിലുള്ളതാണ്. അതേ സമയത്ത് ശാന്തമായിട്ടുള്ള അവസ്ഥയും മനസ്സ് അനുഭവിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ധ്യാനത്തിൽ പുതിയതായിട്ട് വന്നിരിക്കുകയാണ് എങ്കിൽ, ബുദ്ധിസത്തിൽ പുതിയ ഒരു വ്യക്തിയാണ് എങ്കിൽ, ഈ കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ വിശ്വാസത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിനെ ഒരു നിർദ്ദേശം എന്ന രീതിയിൽ നമ്മൾ സമീപിക്കണം. ഈ പറയുന്ന അധ്യായങ്ങളുടെ കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരണം. നമ്മൾ സ്വയം ഇവയെ മനസ്സിലാക്കണം. കുറച്ച് സമയത്തേക്ക് ഇതിനെ ഒരു തത്വം എന്ന നിലയ്ക്കായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ തത്വത്തെ സ്വീകരിക്കുന്നതിന് എളുപ്പമായിട്ടുള്ള കാര്യം ആദ്യം ശാരീരിക സ്ഥിതിയെക്കുറിച്ച് അറിയുന്നതാണ്. ശരീരത്തിൻ്റെ തലത്തിൽ ഇതിനെ അറിയുക. നമ്മൾ യോഗ അഭ്യസിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റി സ്വാഭാവികമായിട്ടും അറിയാൻ സാധിക്കും. യോഗ അഭ്യസിക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം. അവർ ചമ്രം പടിഞ്ഞിരിക്കുന്ന സമയത്ത്, അവരുടെ കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത്, ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ശരീരത്തെ നേരെ നിർത്തുന്നതിന് അത് നമ്മളെ സഹായിക്കുന്നു. നമ്മളുടെ നട്ടലിനെ നമ്മൾ നിവർത്തി പിടിക്കുന്നു. അതുമൂലം നമ്മൾക്ക് നിവർന്നിരിക്കാൻ സാധിക്കുന്നു. ഇടുപ്പ് ഭാഗത്തിനെ അല്പം മുന്നോട്ട് കൊണ്ടുവരണം. നെഞ്ച് അല്പം വിരിച്ച് ഇരിക്കണം. കണ്ണുകൾ വളരെ സാവധാനം അടച്ചിരിക്കണം. നമ്മുടെ പുറം ഭാഗത്ത് സമ്മർദ്ദം കൊടുക്കാതെ തന്നെ ഈ ഇരിപ്പുകൊണ്ട് നമ്മൾക്ക് ഒരു ജാഗ്രതാവസ്ഥ കൊണ്ടുവരാൻ സാധിക്കും. ഇതുമൂലം നമ്മുടെ നട്ടലിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയോ അല്ലെങ്കിൽ വളരെ തണുത്ത വെള്ളത്തിൽ കിടന്നത് മൂലമുള്ള അനുഭവവും നമ്മൾക്ക് ഉണ്ടാകുന്നതല്ല. ഈ രീതിയിൽ നിവർന്നിരിക്കുന്ന സമയത്ത് ശരീരം ആ ആസനത്തിൽ വളരെ ശാന്തമായിട്ട് അയഞ്ഞ് ഇരിക്കുന്നു. ആ ഇരിപ്പാണ് ഒരു ചട്ടക്കൂട്. ആ ചട്ടക്കൂടിൽ
നമ്മൾക്ക് നമ്മുടെ ശരീരം ശാന്തമാക്കാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു ശില്പി തൻ്റെ അച്ചിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിറയ്ക്കുന്നത് പോലെ, അത് ഉറയ്ക്കുന്നത് പോലെയല്ല ഈ കാര്യങ്ങൾ. അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുക. ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം വളരെ ഖരത്വമുള്ളതായിട്ട് കാണാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾ ശരീരം അയച്ചുവിടുന്നു. ആ സമയത്ത് ശരീരം വളരെയധികം മൃദുവാകുന്നു. ശരീരം നിവർത്തി നേരെ ഇരിക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ ശരീരം വളരെ പ്രയാസമില്ലാതെ നിവർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് വീര്യവും അതേപോലെ തന്നെ അയച്ചുവിടലും രണ്ടും പരസ്പര പൂരകമായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിമർശന ബുദ്ധിയോടുകൂടി നിരീക്ഷിക്കുന്ന സമയത്ത് ഈ സന്തുലിതാവസ്ഥ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പ്രായോഗികമല്ല എന്ന് നമ്മൾക്ക് തോന്നാവുന്നതാണ്. എന്നാൽ ശരീരത്തെ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സമയത്ത് ഞാൻ വളരെ ജാഗ്രതയുള്ള അവസ്ഥയിലാണ്. എൻ്റെ ശരീരം പൂർണ്ണ ജാഗ്രതയുള്ളതാണ്, വീര്യം ഉള്ളതാണ്. അതേ സമയത്ത് എനിക്ക് എൻ്റെ ശരീരം അയച്ചുവിടാനും സാധിക്കും. ഇരിപ്പിനെ അയച്ചുവിടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുനിഞ്ഞ് ഇരിക്കുക എന്നുള്ളതല്ല. നട്ടെല്ല് വളഞ്ഞ് ഉറക്കം തൂങ്ങിയിരിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളുടെ നിവർന്നുള്ള ഇരിപ്പ് നമ്മൾക്ക് അതേ രീതിയിൽ തുടരാൻ സാധിക്കും. അതേ സമയത്ത് അതിൽ ശാന്തതയും കൊണ്ടുവരാൻ സാധിക്കും. സുഖവും മൃദുലതയും നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ അധ്യായത്തിൻ്റെ അവസാനം ചില ധ്യാന നിർദ്ദേശങ്ങൾ ഉണ്ട്. ആ സമയത്ത് വീര്യവും അതേപോലെ തന്നെ ശാന്തതയും എപ്രകാരം സന്തുലിതാവസ്ഥയിൽ ആണ് എന്ന് നമ്മൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും. ആ സമയത്ത് ഇത് രണ്ടും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് രണ്ടും ശരിയാണ് എന്ന് നമ്മുടെ അന്തർദൃഷ്ടി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അഭ്യാസം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരേ സമയത്ത് ജാഗ്രതയോടുകൂടിയിട്ട് ഉണർന്നിരിക്കാൻ സാധിക്കും, അതേ സമയത്ത് ശാന്തമായിട്ട് ഇരിക്കാനും സാധിക്കും. എപ്പോൾ നമ്മൾ ഈ ഗുണങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തിൽ ദർശിക്കുന്നുവോ ആ ദർശനം നമ്മുടെ മനസ്സിലും നമ്മൾക്ക് ഉണ്ടാകുന്നതാണ്. ആ സമയത്താണ് നമ്മൾക്ക് എപ്രകാരമാണ് ശരീരവും മനസ്സും പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് കുറച്ചുകൂടി ആഴത്തിൽ കാണാൻ നമ്മളെ സഹായിക്കും. ധ്യാനത്തിൻ്റെ ഉദ്ദേശം. ധ്യാനം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതമായിട്ടുള്ള ആ അവസ്ഥയ്ക്ക് വേണ്ടി യത്നിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ധ്യാനിക്കാൻ നമ്മൾ നിശ്ചയിക്കുന്നു. ശരീരത്തിൻ്റെ ഇരിപ്പിന് വേണ്ടി നമ്മൾ യത്നിക്കുന്നു. ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും നമ്മൾ യത്നിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപ്രാകൃതമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കുന്നതിനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ കാര്യങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് ജീവിതത്തിൻ്റെ, അതായത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതമായിട്ടുള്ള അവസ്ഥ, അടിസ്ഥാനമായിട്ടുള്ള പ്രകൃതം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്നുള്ളത് മനസ്സിനെ ശാന്തവും ജാഗ്രതയും ആക്കുക എന്നുള്ളത് അല്ല. ബുദ്ധിസ്റ്റിൻ്റെ വീക്ഷണപ്രകാരം മനസ്സ് നേരത്തെ തന്നെ ജാഗ്രതയും ശാന്തിയും ഉള്ളതാണ്. മനസ്സ് നേരത്തെ തന്നെ വളരെ ശാന്തമാണ്, വളരെ പരിശുദ്ധമാണ്, വളരെ ജാഗ്രതയുള്ളതാണ്. മനസ്സ് എല്ലാ സമയത്തും ജാഗ്രതയുള്ളതാണ്, ശാന്തമാണ്, പ്രജ്ഞയുള്ളതാണ്, കരുണയുള്ളതാണ്. എന്നാൽ ആ മൂല സ്വഭാവം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ആ മൂല സ്വഭാവം ഇപ്പോൾ മറഞ്ഞിരിക്കുകയാണ്. ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ മൂലം നമ്മൾ ഉണരുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, ദൈനംദിന ജീവിതത്തിൽ 10,000 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിൻ്റെ ആ മൂല സ്വഭാവം നമ്മളിൽ പ്രകടമാകുന്നില്ല. ധ്യാനം എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടുവരാൻ യത്നിക്കലല്ല. ധ്യാനം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ മൂല സ്വഭാവത്തെ അറിയാനുള്ള പ്രയത്നമാണ്. അത് എന്നെന്നും ഉള്ളതാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രകൃതത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ യത്നിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഈ കാര്യങ്ങളെ വിശ്വസിക്കുക എന്ന് ഉള്ളതല്ല. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്
ധ്യാനം ഉപയോഗിച്ച് നമ്മൾ ഉള്ളിൽ നോക്കുന്ന സമയത്ത്, നമ്മൾ ഉള്ളിൽ നിരീക്ഷിക്കുന്ന സമയത്ത് ആ അഭ്യാസം നമ്മളെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. വർത്തമാന സമയത്തിൽ നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. നമ്മൾ വീണ്ടും വീണ്ടും ഇപ്രകാരം നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ ആ ശാന്തിയും അതേപോലെ തന്നെ ആ വ്യക്തതയും എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ആ മൂലസ്വഭാവം എന്നെന്നും നിലനിൽക്കുന്നതാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഈ കാര്യത്തെ കാണുന്ന സമയത്ത്, ഈ സത്യത്തെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലുള്ള വിശ്വാസം സ്വാഭാവികമായിട്ടും ഉണരുന്നു. നമ്മൾക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മനസ്സ് ഏത് സമയത്ത് അലഞ്ഞു തിരിയുന്നില്ലയോ, ഭൂതത്തിലും ഭാവിയിലും പോകുന്നില്ലയോ, നമ്മൾ ഷോപ്പിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത അവധിയെക്കുറിച്ചിട്ടോ കഴിഞ്ഞു പോയിട്ടുള്ള അവധിക്കാലത്തെക്കുറിച്ചിട്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഈ ക്ഷണത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത്, ശരീരത്തെ അയച്ചുവിടുന്ന സമയത്ത് നമ്മൾക്ക് കാര്യങ്ങളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ശാന്തിയുണ്ട്, ശുദ്ധിയുണ്ട്, ജാഗ്രതയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വളരെ പ്രകാശമാനമായിട്ടുള്ള ഒരു ഗുണമുണ്ട്. സ്വന്തം അനുഭവം വളരെ പതുക്കെ നമ്മളെ ഈ അവസ്ഥകളിലേക്ക് നയിക്കുന്നതാണ്. ആത്യന്തികമായിട്ട് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഇവയ്ക്കെല്ലാം അടിയിൽ വളരെ പരിശുദ്ധവും പ്രകാശമാനവും അതേപോലെ തന്നെ ശാന്തിയും ഉള്ള മനസ്സിൻ്റെ ഒരു ഗുണമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധ്യാന സമയത്ത് നമ്മൾ മനസ്സിനെ ഏത് രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ വിശ്വസിക്കാം, മനസ്സിനെ ശാന്തമാക്കാനും അതേപോലെ തന്നെ വേഗം കുറഞ്ഞതാക്കാനും വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാം. എന്നാൽ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും സംഭാഷണം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന ചിന്തകൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങിയവ ആലോചിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലത്തെ ഏതെങ്കിലും ചിന്തകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഭാവിയിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാറ്റിനെ പറ്റിയും എന്തിനെ പറ്റിയും അഭിപ്രായങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ നമ്മളെയും മനസ്സിനെയും വെവ്വേറെ കാണാൻ ശ്രമിക്കും. ധ്യാനിക്കുന്ന വ്യക്തി ശാന്തമാകാൻ ശ്രമിക്കുന്നു, അലഞ്ഞു തിരിയുന്ന മനസ്സിനെ സ്ഥിരമാക്കാൻ ശ്രമിക്കുന്നു. ആ മനസ്സ് എല്ലാറ്റിനെ പറ്റിയും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ബോധപൂർവം അല്ലാതെ മനസ്സിനോട് വൈരാഗ്യം ഉള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. ആ മനസ്സിൻ്റെ അലഞ്ഞു തിരിയുന്ന സ്വഭാവത്തെയും അല്ലെങ്കിൽ ചിന്തിക്കുന്ന സ്വഭാവത്തെയും വൈരാഗ്യപൂർവ്വത്തോടുകൂടി നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. ആ മനസ്സിനെ ഒരു ശത്രുവിനെ പോലെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കും. നമ്മൾ നമ്മുടെ മനസ്സിനെ പട്ടാളച്ചിട്ടയോടുകൂടി, കാർക്കശ്യത്തോടുകൂടി, സ്വന്തം മനസ്സിനോട് ഒട്ടും ദയയില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കും. നമ്മൾ സാധാരണ ജീവിതത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലും നമ്മൾ സാധാരണയായിട്ട് ശാന്തിയുള്ളവരായിരിക്കും, ആരെയും ദ്രോഹിക്കരുത് എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും, ശാന്തിക്കും കരുണയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ മനസ്സുമായിട്ട് നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ അതിനെ അടിച്ചമർത്താൻ നോക്കുന്നു. ഇത് അതിശയോക്തിപരമായിട്ടുള്ള കാര്യമല്ല. നമ്മൾക്ക് മനസ്സിനോട് ഒരുപക്ഷെ വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയായിരിക്കാം ആ സമയത്ത് ഉള്ളത്. അതുമൂലം ധ്യാനം മൂലം നമ്മൾക്ക് വളരെയധികം അസ്വസ്ഥതയും ഉണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, മനസ്സിനെ ഈ ക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത്, മനസ്സിനെ അയച്ചുവിടാനും അതേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മൾ ശ്രമിക്കണം. മനസ്സിനോടും ശരീരത്തിനോടും ഇണങ്ങിച്ചേർന്ന രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. മനസ്സിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ നമ്മൾ ഒരിക്കലും ബലം പ്രയോഗിക്കരുത്. ചെറിയ കുട്ടികളോടോ അല്ലെങ്കിൽ മൃഗങ്ങളോടോ പെരുമാറുന്ന രീതിയിലായിരിക്കണം നമ്മൾ മനസ്സിനോട് പെരുമാറേണ്ടത്. നമ്മൾ ഒരു കുതിരയെയോ അല്ലെങ്കിൽ കോവർ കഴുതിയോ ബലമായിട്ട് അനുസരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ
താഴെ വീഴാവുന്നതാണ്. കുട്ടികളോട് നമ്മൾ വളരെ കാർക്കശ്യത്തോടുകൂടി പെരുമാറുന്ന സമയത്ത്, അവരെ അടിച്ചമർത്തുന്ന സമയത്ത്, അവരോട് ദേഷ്യത്തോടുകൂടി പെരുമാറുന്ന സമയത്ത് ആ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ കരയാൻ തുടങ്ങും. നമ്മളും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധം വഷളാകും, സമ്മർദ്ദവും വേദനാജനകവും ആയിരിക്കും. എല്ലാവരും തോൽക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ കാർക്കശ്യം മൂലം ആ കുട്ടി ചിലപ്പോൾ അനുസരിച്ചേക്കാം. എന്നാൽ ഏത് സമയത്ത് നമ്മൾ അവിടെ ഇല്ലയോ ആ സമയത്ത് വീണ്ടും ആ കുട്ടി തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ ഉണ്ടാക്കിയ ആ ചട്ടക്കൂട് പൊളിഞ്ഞു പോകും. ഏതവസ്ഥയിലാണെങ്കിലും നമ്മളും ആ കുട്ടിയും രണ്ടുപേരും ദുഃഖിതരായിട്ട് മാറും. ഇതിനെല്ലാം കാരണം നമ്മളുടെ കാർക്കശ്യമുള്ള പ്രവർത്തനമാണ്. എന്നാൽ നമ്മൾ ഐക്യപൂർണേന പ്രവർത്തിക്കുന്ന സമയത്ത്, ആ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, ആ കുട്ടിയെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, എഴുതാൻ പഠിപ്പിക്കുന്ന സമയത്ത്, വീട്ടിലെ നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, സ്വയം ശുചിയാക്കി വയ്ക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത്, സ്നേഹത്തോടുകൂടി അവരെ പരിശീലിപ്പിക്കാൻ ശ്രമിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ സമയത്ത് ദൃഢനിശ്ചയവും അതേപോലെ തന്നെ ബലവുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആ കാര്യങ്ങൾ സ്നേഹവും സാഹോദര്യവും അതേപോലെ തന്നെ കരുണയും മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ സമയത്ത് കുട്ടിയോട് കരുണയാണ് കാണിക്കുന്നത്, കാർക്കശ്യമല്ല കാണിക്കുന്നത്. ബുദ്ധിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം ഇതാണ്: നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും അതിൻ്റെ ഫലം കിട്ടുന്നത്. കർമ്മവും ഫലവും ആനുപാതികമായിട്ടായിരിക്കും ഉണ്ടാകുക. നമ്മൾ ബലം പ്രയോഗിച്ചിട്ടും അതേപോലെ തന്നെ ദേഷ്യത്തോടു കൂടിയും അടിച്ചമർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഫലവും അതേപോലെ തന്നെ ദുഃഖകരവും പ്രയാസമുള്ളതും ആയിരിക്കും. കർമ്മവും ഫലവും ആനുപാതികമായിട്ട് ആയിരിക്കും ഉണ്ടാകുക. അതിനാൽ നമ്മൾ മനസ്സുമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്പം ശ്രമിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം, ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കണം, നിരന്തരമായിട്ട് പ്രവർത്തിക്കണം. എന്നാൽ മനസ്സിനോടുള്ള ആ പ്രവർത്തനം സൗഹാർദ്ദമുള്ളതായിരിക്കണം, സ്നേഹമുള്ളതായിരിക്കണം. മനസ്സ് നമ്മുടെ മിത്രമാണ്, അടിച്ച് അമർത്തേണ്ട ഒരു ശത്രുവല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ശരീരത്തിൻ്റെ സ്ഥിതി, ഫിസിക്കൽ പോസ്ചർ. സാധാരണയായിട്ട് ധ്യാനിക്കാൻ ഇരിക്കുന്ന ഇരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശരീരം നിവർത്തിയാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നിലത്തായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുഷനിൽ ചമ്രം പടിഞ്ഞ് ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മുട്ടുകുത്തി നമ്മൾ ധ്യാനത്തിന് ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ബെഞ്ചിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ നിലത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ചെയറിലോ അല്ലെങ്കിൽ സ്റ്റൂളിലോ ഇരിക്കുന്നത് കൊണ്ടും യാതൊരുവിധ കുഴപ്പവും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരമണിക്കൂറെങ്കിലും സ്ഥിരമായിട്ട് അനങ്ങാതെ ഇരിക്കുക എന്നുള്ള കാര്യമാണ്. ആ തരത്തിലുള്ള ഒരു ഇരിപ്പായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ശാരീരിക സ്ഥിതിയെപ്പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ നട്ടെല്ലിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നട്ടെല്ല് നിവർന്നിരിക്കണം. നമ്മൾ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയറിൽ ചാരിയിരിക്കരുത്. ചെയറിൽ നമ്മൾ നട്ടെല്ല് നിവർന്ന് നേരെ ഇരിക്കണം. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് നിവർന്നു നിൽക്കുന്ന നട്ടെല്ലായിരിക്കണം. നട്ടെല്ലാണ് ആ സമയത്ത് ധ്യാനത്തിൻ്റെ നമ്മുടെ അച്ചുതണ്ട്. അതിനെ ആശ്രയിച്ചിട്ടാണ് ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും നിലനിൽക്കുന്നത്. ധ്യാനം തുടങ്ങുന്ന രീതി: ധ്യാനം തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഇരിക്കുക, എന്നിട്ട് നമ്മളുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ശരീരം എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് അനുഭവിക്കുക. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ധ്യാനത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരീരത്തിൽ എവിടെയെങ്കിലും സമ്മർദ്ദം അല്ലെങ്കിൽ ഭാരം ഉണ്ട് എങ്കിൽ ശരീരത്തെ മൃദുവായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾക്ക് നിവർന്നിരിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ ഉള്ളിൽ ശാന്തതയും ഉണ്ടായിരിക്കണം. കുറച്ച് സമയം നമ്മളുടെ ഇരിപ്പിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുക. ഇരിപ്പിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ശ്രദ്ധ ശരീരം മുഴുവൻ തല മുതൽ പാദം വരെ കുറച്ച് പ്രാവശ്യം നമ്മുടെ ശ്രദ്ധ ശരീരം മുഴുവൻ ഓടിക്കുക. തല മുതൽ പാദം വരെ നമ്മുടെ ശ്രദ്ധ ഓടിച്ചു നോക്കുക. ശരീരത്തിന് എന്ത് അനുഭവമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ശരീരത്തിന് ആ സമയത്ത് എന്ത് തരത്തിലുള്ള ഊർജ്ജമാണ് ഉള്ളത്, ശരീരം എങ്ങനെയാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ. ശരീരത്തെ വളരെ സ്നേഹത്തോടുകൂടി നിവർന്നിരിക്കാൻ സഹായിക്കുക. ആ സമയത്ത് ശരീരത്തിൽ വീര്യവും അതേപോലെ തന്നെ റിലാക്സേഷനും ഉണ്ടായിരിക്കണം. ഒരേ സമയത്ത് വീര്യവും അതേപോലെ തന്നെ അയച്ചുവിടലും ഉണ്ടായിരിക്കണം. നമ്മളുടെ ശരീരത്തോടുള്ള സമീപനവും ഇതേപോലെ തന്നെ ആയിരിക്കണം. ഉദാഹരണമായിട്ട് ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, ആ കുട്ടിയെ എഴുതാൻ പഠിപ്പിക്കുന്ന സമയത്ത്, ഒരു മൃഗത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഏത് തരം സൗമ്യമായിട്ടുള്ള സമീപനമാണോ സ്വീകരിക്കുന്നത്, അതേ സമീപനമായിരിക്കണം നമ്മൾ നമ്മുടെ ശരീരത്തോടും ചെയ്യേണ്ടത്. നമ്മൾ കുട്ടിയുടെ കയ്യിൽ ഒരു പേപ്പറും പെൻസിലും കൊടുക്കുന്നു. എന്നിട്ട് ആ കുട്ടിയോട് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പതുക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെ വളരെ ക്ഷമയോടുകൂടി നമ്മൾ നമ്മുടെ ശരീരത്തിനെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കണം. ഒരു കുട്ടിയുടെ ഉദാഹരണമാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ശരീരത്തെയും മനസ്സിനെയും കുറച്ചുകൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് നയിക്കണം. ധ്യാനവിധി. ധ്യാനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് വർത്തമാന ക്ഷണത്തിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ആത്യന്തികമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്. ഇതിനെ മറക്കാൻ വളരെ എളുപ്പമാണ്. വർത്തമാന സമയത്ത് ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, അതാണ് കാര്യം. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വെറും ഓർമ്മയാണ്. ഭാവി കാലത്തെപ്പറ്റി നമ്മൾക്ക് ഒന്നും തന്നെ അറിയില്ല. എന്നാൽ വർത്തമാന സമയത്ത് ഇവിടെയാണ് ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് തുടർച്ചയായിട്ട് ബോധത്തിലും ഭാവിയിലും കറങ്ങുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നു. ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനിൽ ഒരുപാട് ധ്യാനവിധികൾ പഠിപ്പിക്കാറുണ്ട്. അത്തരം ധ്യാന രീതികളിൽ മിക്കതിലും വർത്തമാന സമയത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ധ്യാന വസ്തുവിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ പലതരത്തിലുള്ള വസ്തുക്കളും ബുദ്ധിസത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾക്ക് വാക്കുകൾ പറയാം, അല്ലെങ്കിൽ വാക്യങ്ങൾ തുടർച്ചയായിട്ട് ഉരുവിടാം. നമ്മൾക്ക് ഒരു മന്ത്രം തുടർച്ചയായിട്ട് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തെ നമ്മൾ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കാവുന്നതാണ്. ചില ധ്യാനവിധികളിൽ ചില പ്രത്യേക വർണ്ണങ്ങളുള്ള പ്രകാശത്തെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നു. പ്രത്യേക ആകാരത്തിലുള്ള വർണ്ണങ്ങളെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സംവേദനകളെ നമ്മൾക്ക് ഉപയോഗിക്കാം. ധ്യാന സമയത്ത് മുഴുവനും നമ്മുടെ ശ്രദ്ധയെ തലമുതൽ പാദങ്ങൾ വരെ നമ്മൾക്ക് ഒഴുക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ സംവേദനങ്ങളായിരിക്കും നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും ചെയ്യാവുന്നത്, നമ്മളുടെ ശ്വാസത്തിൻ്റെ ഗതിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ധ്യാനവസ്തുവിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മളുടെ ശ്രദ്ധയെ വർത്തമാന ക്ഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു പദത്തെ ഓർക്കണം എങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾക്ക് അതിനെ സങ്കല്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ധ്യാനവസ്തുവായിട്ട് ഒരു പ്രകാശത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തും. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തു തന്നെ നമ്മുടെ ശരീരം ശ്വാസത്തെ ഉണ്ടാക്കുന്നുണ്ട്. അതിനാൽ നമ്മൾ ശ്വാസത്തെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ഇത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നും അല്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ നോവലിനെ പോലെ ഇത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നില്ല. പുസ്തകങ്ങളും നോവലുകളും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. എന്നാൽ നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ശ്രദ്ധ അതിലെ ചിത്രങ്ങൾ, അതേപോലെ തന്നെ വിഷയം, അതേപോലെ തന്നെ നമ്മൾ പേജ് മറിക്കുക, ഇവയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള ശ്രദ്ധ മൂലം നമ്മൾക്ക് ശാന്തി ഉണ്ടാകുകയില്ല. എന്നാൽ ശ്വാസം എന്നത് സാധാരണമായിട്ടുള്ള ഒരു വസ്തുവാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വസ്തുവാണ്. അത് ഒരു പരസ്യം പോലെയോ ഇഷ്ടമുള്ള ഒരു കഥയെപ്പോലെയോ അല്ലെങ്കിൽ സംഗീതത്തെ പോലെയോ നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിക്കുന്നില്ല. അതിനാൽ ശ്വാസത്തെ നോക്കുന്നതിന് അല്പം വീര്യം ചെലുത്തേണ്ടതുണ്ട്. അതിനായി ധ്യാനിക്കുന്ന ഒരു വ്യക്തി അല്പം ശ്രമിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ ഇത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതല്ല. ആരെങ്കിലും ശ്വസിക്കുന്നതിനെ പറ്റിയുള്ള ഒരു TV പ്രോഗ്രാമിനെ പറ്റി വെറുതെ ഒന്ന് ആലോചിക്കുക. അത് ആൻഡി വോർഹലിൻ്റെ
സിനിമകളെ പോലെയുള്ളതാണ്. ആരെങ്കിലും 8 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ ഒരുപക്ഷെ പ്രത്യേക ചില പ്രേക്ഷകർക്ക് ഇഷ്ടമായിരിക്കാം. എന്നാൽ മിക്കവർക്കും അതിൽ വലിയ താല്പര്യം ഉണ്ടാകുന്നതല്ല. അതേപോലെ തന്നെ ശ്വാസത്തെ നോക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ ആലോചിക്കാം, ഇത് ഒട്ടും തന്നെ രസകരമല്ല. എന്നാൽ ആ സാധാരണയുള്ള നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശാന്തമായിട്ടുള്ള ആ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ വർത്തമാന ക്ഷണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ അത് നമ്മളെ സഹായിക്കുന്നു. ആ ശാന്തമായിട്ടുള്ള കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ പരിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ അത് തിരിച്ചുവിടാൻ സഹായിക്കുന്നു. ഉദാഹരണമായിട്ട് ഭയപ്പെടുന്ന സമയത്ത്, ആകാംക്ഷയുള്ള സമയത്ത്, ഉത്തേജിക്കപ്പെടുന്ന സമയത്ത്, കാമമുള്ള സമയത്ത്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഉടൻ തന്നെ നമ്മുടെ ശ്രദ്ധ അതിലേക്കാണ് പോകുന്നത്. അത്തരം ഉത്തേജിതമല്ലാത്ത, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും സ്വപ്നലോകത്തിലേക്കായിരിക്കും പോവുക. എന്നാൽ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത്, സാധാരണയുള്ള ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ വർത്തമാനകാലത്തിലും ശാന്തതയിലും നിലനിൽക്കുന്നു. നമ്മുടെ മനസ്സ് ശ്വാസത്തിൽ സ്ഥിരമാകുന്ന സമയത്ത്, നമ്മുടെ ശ്രദ്ധ കൂടുതൽ കാര്യക്ഷമമാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അതിന് പരിശ്രമം ചെലുത്തേണ്ട ആവശ്യമില്ല, കൂടുതൽ അതിനെപ്പറ്റി സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ തുടക്ക സമയത്ത് നമ്മൾ നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിൽ നിർത്താൻ വേണ്ടി യത്നിക്കേണ്ടതുണ്ട്. ധ്യാനം തുടങ്ങുന്ന സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് ഒരുപക്ഷെ ഉപകാരപ്രദമായിരിക്കും. അരമണിക്കൂർ സമയത്തേക്ക് എൻ്റെ ശരീരം സ്ഥിരമായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ശ്രദ്ധ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ശ്വാസത്തിൽ ജോലി ചെയ്യേണ്ടത്? ശ്വാസത്തിൽ ജോലി ചെയ്യാൻ പലതരം വഴികളുണ്ട്. ഹഠയോഗ തുടങ്ങിയ അഭ്യാസങ്ങളിൽ പ്രാണായാമത്തെ പോലുള്ള അഭ്യാസങ്ങൾ ഉണ്ട്. അത്തരം അഭ്യാസങ്ങളിൽ ആ വ്യക്തി ശ്വാസത്തെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റിമറിക്കുന്നു. ചിലതരം ധ്യാനങ്ങളിൽ അല്ലെങ്കിൽ ശരീരത്തെ അയച്ചുവിടുന്ന അഭ്യാസങ്ങളിൽ ചില വിധികളുണ്ട്. ആ സമയത്ത് വളരെ ആഴത്തിൽ ശ്വാസമെടുക്കുന്നു, അല്ലെങ്കിൽ വളരെ സാവധാനം ശ്വാസമെടുക്കുന്നു, അല്ലെങ്കിൽ പലതരത്തിൽ ശ്വാസത്തെ മാറ്റിമറിക്കുന്നു. ചിലപ്പോൾ വളരെ ശക്തമായിട്ട് ശ്വാസം എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നു. അവയ്ക്ക് ഇടയിൽ ഒരു ഇടവേള ഉണ്ടാകാൻ സമ്മതിക്കുന്നില്ല. അതുകൂടാതെ ശ്വാസത്തിൽ പ്രതീകാത്മകമായിട്ടുള്ള ചിത്രങ്ങളെയും നമ്മൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നു. ചില മതപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ചില പരമ്പരകളിൽ ഈ ലോകത്തിൻ്റെ താളമായിട്ട് ശ്വാസത്തെ കരുതുന്നു, അല്ലെങ്കിൽ ലോകം എമ്പാടും പരന്നു കിടക്കുന്ന പ്രാണനായിട്ട് ഈ ശ്വാസത്തെ കരുതുന്നു. എന്നാൽ ഈ തരത്തിലുള്ള ബുദ്ധിസ്റ്റ് ധ്യാനത്തിൽ നമ്മൾ ലോകവ്യാപകമായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ശ്വാസത്തിൻ്റെ കാര്യമല്ല നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ശ്വാസത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല. ഒഴുകുന്ന ശ്വാസത്തെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ നോക്കുന്നു. അത് ചെറിയ ശ്വാസമാണെങ്കിലും വലിയ ശ്വാസമാണെങ്കിലും ആഴത്തിലുള്ളതാണെങ്കിലും ഹ്രസ്വമായിട്ടുള്ളതാണെങ്കിലും അത് തുടർച്ചയായിട്ട് ഒഴുകുന്നുള്ളതാണെങ്കിലും അല്ലെങ്കിൽ പല സമയത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും അതിനെ അതേപോലെ തന്നെ ധ്യാനവസ്തുവായിട്ട് സ്വീകരിക്കുന്നു. ശ്വാസം എപ്രകാരമാണോ അപ്രകാരം തന്നെ നമ്മൾ അതിൽ ശ്രദ്ധ ചെലുത്തുന്നു. ആ ശ്വാസത്തിൻ്റെ താളത്തെ, അനുഭവത്തെ അതേ രീതിയിൽ തുടരാൻ നമ്മൾ സമ്മതിക്കുന്നു. ശരീരത്തിലുള്ള പലതരത്തിലുള്ള സംവേദനകളെ അതേ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നു. ശ്വസന പ്രക്രിയ നടക്കുന്ന സമയത്ത് സാധാരണയുള്ള സംവേദനകളെ നമ്മൾ അതേ രീതിയിൽ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ആ സംവേദനകളിൽ തന്നെ ചെലുത്തുന്നു. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ധ്യാന നിർദ്ദേശങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ശാന്തമായിരിക്കാം. മനസ്സ് വളരെ പെട്ടെന്ന് ശാന്തമാകാം, അല്ലെങ്കിൽ ശാന്തതയെ അത് ചെറുത്തു നിൽക്കാം.
നമ്മൾക്ക് ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഏതൊരു സമയത്തും നമ്മുടെ ധ്യാനം ഏതൊരു രീതിയിൽ പ്രവർത്തിക്കും എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള യാതൊരുവിധ ധാരണകളും നമ്മൾക്ക് ഇല്ല. ആളുകൾക്ക് വ്യത്യാസമുണ്ടാകാം, സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം, നമ്മളുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നേക്കാം. എന്നാലും സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ധ്യാനത്തെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും എളുപ്പമായിട്ട് അത് തീരുന്നതാണ്. ഈ കഴിവിനെ നേടിയെടുക്കാൻ നമ്മൾ തുടർച്ചയായിട്ട് പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് ആവർത്തിക്കുന്ന സമയത്ത് ആ അഭ്യാസം നമ്മൾക്ക് വളരെ എളുപ്പമായിട്ട് തീരുന്നു. അപ്പോൾ ശ്വാസത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗതിയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. കുറേ സമയത്തേക്ക് നമ്മൾ ആ രീതിയിൽ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിൽ തന്നെ നിൽക്കുന്നതാണ്. നമ്മുടെ ശ്രദ്ധ പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ആ ശ്വാസത്തിൽ തന്നെ തുടർച്ചയായിട്ട് നിലനിർത്താൻ സാധിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് പോകുന്ന സമയത്ത് മറ്റ് എങ്ങോട്ടെങ്കിലും ആകർഷിക്കപ്പെടുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് എന്തെങ്കിലും ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യമായിരിക്കാം, അപ്പോൾ നമ്മൾ മനസ്സിൽ നിരാശയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ജനിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലും ചിന്തകളിൽ പോയി എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ശബ്ദത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ശ്വാസത്തിൽ നിന്ന് ശ്രദ്ധ മറ്റെങ്ങോട്ട് പോയി എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് വളരെ ശാന്തിയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി മനസ്സിനെ ആകർഷിച്ച ആ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ വിടുവിക്കണം. ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലെ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കാം നമ്മൾ ആലോചിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും അവധിക്കാലത്തെ ഓർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയുമായിട്ടുണ്ടായിട്ടുള്ള വാഗ്വാദമായിരിക്കാം. അതിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി വീണ്ടും ആ സ്വാഭാവികമായിട്ടുള്ള ശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. നമ്മുടെ ശ്വാസത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന സമയത്ത് നമ്മൾ അതിനോട് ക്ഷമിക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ തുടരാൻ ശ്രമിക്കണം. എത്ര സമയം നമ്മുടെ ശ്രദ്ധ ഇതുപോലെ വ്യതിചലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രമത്തെ ഉപേക്ഷിക്കരുത്. വർത്തമാനത്തെ ക്ഷണമാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള നമ്മുടെ കൂട്ടുകാരൻ. എത്ര തന്നെ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു കഴിഞ്ഞാലും അവസാനം നമ്മൾ വർത്തമാന ക്ഷണത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഓരോ സമയത്തും നമ്മൾ ജാഗ്രത പുലർത്തുന്നു, മനസ്സ് പോയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് വീണ്ടും വർത്തമാനകാലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരുന്നു. ഇൻസൈറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രജ്ഞാധ്യാനം. സമയം കടന്നു പോകുന്ന സമയത്ത് തുടർച്ചയായിട്ട് നമ്മൾക്ക് ശ്വാസത്തിൽ ശ്രദ്ധീകരിക്കാൻ സാധിക്കുന്നു. ആ സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തന്നെ വർത്തമാന ക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് മനസ്സിന് ലഭ്യമാകുന്നു. ശ്വാസം അവിടെ തന്നെ ഉണ്ട്, എന്നാൽ മനസ്സ് അതിൻ്റെ അലഞ്ഞുതിരിയൽ ഉപേക്ഷിക്കുന്നു. മനസ്സ് ഈ സമയത്ത് ജാഗ്രതയുള്ളതാണ്, തുറന്നതാണ്, ശ്രദ്ധയുള്ളതാണ്, വർത്തമാനത്തെ സ്വീകരിക്കുന്നതാണ്. മനസ്സ് വളരെ സന്തുഷ്ടമാണ്. വർത്തമാന ക്ഷണത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിച്ച നങ്കൂരം എന്നുള്ളത് ശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ വർത്തമാന സമയത്ത് മനസ്സ് സ്ഥിരമായിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം എന്ന ആ സ്പെഷ്യലായിട്ടുള്ള വസ്തുവിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം വർത്തമാന ക്ഷണമാണ് നമ്മളുടെ ശ്രദ്ധാകേന്ദ്രം. എന്തെന്നാൽ ഈ അഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വളരെ മിടുക്കനായിട്ടുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു വ്യക്തിയാകുക എന്നുള്ളതല്ല, ശ്വാസത്തിനെ മാത്രം അറിയാൻ ത്വരയുള്ള ഒരു വ്യക്തിയാകുക എന്നുള്ളതും അല്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാന ക്ഷണത്തിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ നമ്മുടെ മനസ്സിനെ അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അഭ്യാസത്തിൻ്റെ കാരണം കൊണ്ട് വർത്തമാന ക്ഷണത്ത് എന്തെല്ലാം സംഭവിക്കുന്നുവോ അതിനെ തുറന്ന മനസ്സോടുകൂടി നമ്മൾ അറിയാൻ തുടങ്ങുന്നു. അത് ഒരുപക്ഷെ ശരീരത്തിലെ സംവേദനകളായിരിക്കാം, ശബ്ദങ്ങളായിരിക്കാം, ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ ആയിരിക്കാം. ഈ അഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് അവയെ വരാൻ
അനുവദിക്കുക, അവയെ രൂപീകൃതമാകാൻ അനുവദിക്കുക, അവയുടെ പ്രവർത്തനം തുടരാൻ അനുവദിക്കുക, അതിനുശേഷം അവയെ ഇല്ലാതാകാൻ മായാൻ അനുവദിക്കുക. ധ്യാനത്തിൻ്റെ ഈ അവസ്ഥയെയാണ് വിപശ്ശന അല്ലെങ്കിൽ പ്രജ്ഞാജ്ഞാനം അല്ലെങ്കിൽ ഇൻസൈറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ വിപശ്ശന ധ്യാനം കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രജ്ഞാജ്ഞാനം കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഈ രീതിയിൽ അഭ്യസിക്കുകയാണ്. എല്ലാ അനുഭവങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള സത്യത്തെക്കുറിച്ചുള്ള അന്തർജ്ഞാനം ഉണ്ടാകാൻ, അതിനെ അറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിനെ അഭ്യസിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഇങ്ങനെ കാണാൻ തുടങ്ങും. ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു, അവ പ്രകടമാകുന്നു, അവ നിലനിൽക്കുന്നു, അവ ഇല്ലാതാകുന്നു. അത് ഒരുപക്ഷെ ദൃശ്യമായിരിക്കാം, ശബ്ദമായിരിക്കാം, ഗന്ധമായിരിക്കാം, രസമായിരിക്കാം, സ്പർശമായിരിക്കാം, ചിന്തയായിരിക്കാം, സംവേദനയായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലുള്ള ഏതെങ്കിലും വികാരങ്ങളായിരിക്കാം. ജീവിതത്തിൽ ഈ പലതരത്തിലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നു. ഇവിടെയുള്ള സംവേദനകൾ ഉണരുന്നു, നമ്മൾ അതിനെ അനുഭവിക്കുന്നു, അപ്പോൾ അവ മാറുന്നു. എന്നാൽ ഇതിനുള്ളിലും അതിനു ചുറ്റും അതിനെല്ലാം അറിയുന്ന ഒരു ബോധമുണ്ട്. അതിനെ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു അറിവുണ്ട്. ആ അറിവ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അറിയുന്നു, എന്നാൽ അതിനോട് പ്രതികരിക്കുന്നില്ല. ഈ അറിവ് നമ്മൾ അനുഭവിക്കുന്ന ആ അനുഭവങ്ങളുടെ ഒഴുക്കിൽ അകപ്പെടുന്നില്ല. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഇഷ്ടമുള്ളതിൽ, ഇഷ്ടമില്ലാത്തതിൽ, ആഗ്രഹിക്കുന്നതിൽ, ആഗ്രഹമില്ലാത്തതിൽ, സുഖകരമായതിൽ, വേദനയുള്ളതിൽ, സൗന്ദര്യമുള്ളതിൽ, സൗന്ദര്യമില്ലാത്തതിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. ബോധത്തിലെയും ഭാവിയിലെയും കാര്യങ്ങൾ എങ്ങനെയാണത് മുറുകെ പിടിക്കുന്നത്, സ്വന്തവും അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെയും കാര്യങ്ങളിൽ എങ്ങനെയാണത് മുറുകെ പിടിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. ഈ സങ്കല്പങ്ങളെ എല്ലാം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. നമ്മൾ നമ്മുടെ മനസ്സിനെ ഈ കാര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ മനസ്സിനെ പഴയതുപോലെ ഈ കാര്യങ്ങളോട് പ്രതികരിപ്പിക്കുവാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ഇതിനെയാണ് ഇൻസൈറ്റ് അല്ലെങ്കിൽ അന്തർജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തുടർച്ചയായിട്ട് നമ്മുടെ ശ്രദ്ധ ലോകത്തിന് ചുറ്റും എങ്ങനെയാണ് കറങ്ങി നടക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള സംവേദനകളെ നമ്മുടെ ശ്രദ്ധ എങ്ങനെ ആകർഷിക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാകും. നമ്മളും മറ്റുള്ളവരും തമ്മിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കുന്ന സമയത്ത്, അനുഭവങ്ങളെ വളരെ നിശ്ചലതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും ഈ അനുഭവങ്ങളെല്ലാം തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഒഴുകുന്നതാണ്, അനിത്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. അതുകൂടാതെ ഈ കാര്യവും നമ്മൾക്ക് മനസ്സിലാകുന്നു, ഒരു തരത്തിലുള്ള അനുഭവം നമ്മളെ ശരിയായിട്ട് തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും, അസ്വസ്ഥത എന്നുള്ള കാര്യം അത് വെറും ഒരു സംവേദനയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. അതിൽ നിന്ന് ഒരു കാര്യവും നമ്മൾക്ക് ഉണ്ടാക്കാനില്ല. ഈ അനുഭവങ്ങൾ മൂലം നമ്മുടെ ഹൃദയം കൂടുതൽ കൂടുതൽ ശാന്തമാകുകയും ജീവിതത്തിലെ ഈ അനുഭവങ്ങൾ മൂലം ഹൃദയം ഒട്ടും തന്നെ വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുന്നു. സാധാരണ ജീവിതത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ധ്യാനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നമ്മൾക്ക് നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രതികരിക്കാനും ഐക്യത്തോടുകൂടി ജീവിതം ജീവിക്കാനും സാധിക്കുന്നു. എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക തന്നെ ചെയ്യുന്നു. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യാം. പണ്ടത്തെ പോലെ അന്ധമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതികരിക്കുന്നില്ല. സാധാരണയായിട്ട് സുന്ദരമായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അതിലേക്ക് ആകർഷിതമാകുന്നു. അസ്വസ്ഥമായിട്ടുള്ള എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അതിനെ ദേഷ്യപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ ധ്യാനം മൂലം ഈ
സ്വാഭാവികമായിട്ടുള്ള അനുഭവങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുമൂലം നമ്മൾക്കും മറ്റുള്ളവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്കും മറ്റുള്ളവർക്കും ഹാനികരമായിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഈ ധ്യാനത്തിൻ്റെ അവസ്ഥകളിൽ നമ്മൾ ശ്വാസത്തെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് ഈ അന്തർജ്ഞാനത്തെ നമ്മൾ നേടുകയാണ്. അത് നമ്മൾ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്നത് പോലെയാണ്. സമുദ്രത്തിൽ യാതൊരുവിധ അലകളും ഇല്ലെങ്കിൽ നമ്മൾ ബോട്ടിനെ ഒരു സ്ഥലത്ത് നങ്കൂരമിടുന്നു. എന്നാൽ ആ സമയത്തും കൂടുതൽ അലകൾ ആ ബോട്ടിനെ ശല്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ആ നങ്കൂരം എടുക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മളുടെ ബോട്ട് ഏതെങ്കിലും കരയിലേക്ക് അടുക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ നങ്കൂരം ഇടുന്നു. അപ്പോൾ കൂട്ടുമുട്ടൽ നമ്മൾക്ക് ഒഴിവാക്കാം. ധ്യാനത്തിൻ്റെ അഭ്യാസത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ശ്വാസത്തെ ഒഴിവാക്കുന്നു. എന്നിട്ട് തുറന്ന ആ അനുഭവത്തെ നമ്മൾ ഹൃദയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മൾ ഒഴുകിപ്പോകാം, അല്ലെങ്കിൽ ചിന്തകളിൽ നമ്മൾ വീണ്ടും പെടാവുന്നതാണ്. ആദ്യം നമ്മളുടെ ഉദ്ദേശം എന്നുള്ളത് ആ തുടർച്ചയായിട്ടുള്ള ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ചിന്തകളിൽ പെടാം, ആ അനുഭവങ്ങളിൽ പെടാം. അങ്ങനെ സംഭവിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. നമ്മൾ നമ്മുടെ ശരീരത്തെ എപ്രകാരമാണ് നിർത്തിയിരിക്കുന്നത്? നമ്മൾ മുന്നോട്ട് കുനിഞ്ഞാണോ ഇരിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സമ്മർദ്ദം ഉണ്ടോ? വീണ്ടും ഇരിപ്പിലേക്ക് നമ്മൾ സന്തുലിതാവസ്ഥ കൊണ്ടുവരിക. ആ ശ്രദ്ധ മൂലം വീണ്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാം. വീണ്ടും നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വർത്തമാന ക്ഷണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാറ്റിനെയും കുറച്ച് ശാന്തമാക്കാൻ സാധിക്കും. കുറച്ചുകൂടി കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും കൊണ്ടുവരിക. അപ്പോൾ വർത്തമാന ക്ഷണത്തിലെ ആ ജാഗ്രതയും ശ്രദ്ധയും തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ശ്വാസത്തെ നമ്മൾ പോകാൻ അനുവദിക്കുക. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ സമയത്ത് നമ്മുടെ അനുഭവത്തിൽ വരുന്ന അനുഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഈ പരിശീലനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൃദയത്തെ വീണ്ടും വർത്തമാന ക്ഷണത്തിലേക്ക് വളരെ മൃദുവായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ അനുഭവങ്ങളുടെ ഒഴുക്കിലേക്ക് ജാഗ്രതയോടും അതേപോലെ തന്നെ അറിവോടും കൂടി നോക്കിയിരിക്കുക. അത് ഏത് തരത്തിലുള്ള അനുഭവം ആയാലും ശരി, അത് വരട്ടെ, നിലനിൽക്കട്ടെ, ഇല്ലാതാകട്ടെ, നമ്മൾ അതിനോട് യാതൊരുവിധ പക്ഷഭേദവും കാണിക്കുന്നില്ല. അതേസമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. നമ്മൾ എപ്പോഴും പൂർണ്ണനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ രീതിയിലെ കാര്യങ്ങൾ നടക്കാവൂ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ വിഭജന ചെയ്യുകയാണ് എന്നുള്ള വെറും ഒരു തോന്നൽ മാത്രമാണ് നമ്മൾക്ക് ഉള്ളത്. എന്നാൽ ശരിയായിട്ടുള്ള കാര്യം എന്തെന്നാൽ നമ്മുടെ മനസ്സ് എല്ലായിടത്തും അലഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യാതൊരുവിധ ധ്യാനവും ആ സമയത്ത് നടക്കുന്നില്ല. എങ്കിൽ ആ സമയത്ത് വിപശ്യനയല്ല നടക്കുന്നത്, എന്തോ ആലോചനകളാണ് നടക്കുന്നത്. ആ സമയത്ത് മനസ്സിൻ്റെ ഒരുപാട് ചലനങ്ങളിൽപ്പെട്ട് അസ്വസ്ഥമാണ്. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ ധ്യാനത്തിന് ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും പഠിക്കണം. ശരിയായിട്ടുള്ള സമീപനം എങ്ങനെ, ഏത് രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങളെ സന്തുലിതാവസ്ഥയിൽ നിൽക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ശ്രദ്ധ എന്നുള്ളത് സമതയിലുള്ള ഗുണമാണ്, വർത്തമാന ക്ഷണത്തിലുള്ള ശ്രദ്ധയാണ്. നമ്മൾ ഒരു കാര്യത്തെയും പിടിക്കാതെ നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു കാര്യത്തെയും നമ്മൾ പിടിക്കരുത്, അതുകൂടാതെ ഒരു കാര്യത്തെയും നമ്മൾ ഉപേക്ഷിക്കുകയും അരുത്. ഈ സമയത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നു. ഇനി വരുന്ന ധ്യാന നിർദ്ദേശങ്ങളിൽ ധ്യാനത്തിനെ പറ്റി പലതരം കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ധ്യാനം എന്നുള്ളത് പല രീതിയിലും വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ പലപ്പോഴും മനസ്സിൻ്റെ പ്രശ്നങ്ങളാൽ ഈ കാര്യം വളരെ സങ്കീർണവും ആകാം. വളരെ ഗുണകരമായിട്ടുള്ള സമീപനം,
നമ്മൾ ധ്യാനത്തോടുള്ള സമീപനം, അതേപോലെ തന്നെ ധ്യാനത്തിനോടുള്ള നമ്മളുടെ ആഗ്രഹം തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നല്ല ധ്യാനം, ചീത്ത ധ്യാനം എന്ന് പറയുന്ന ഒരു ധ്യാനവും ഇല്ല. മനസ്സ് ഏത് സമയത്ത് ശാന്തമാണോ, സ്ഥിരമാണോ, ഉജ്ജ്വലമാണോ, ആ സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ധ്യാനം വളരെ നല്ല ധ്യാനമാണ് എന്ന് പറയാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഇരിക്കുകയാണ്, വളരെ അസ്വസ്ഥമാണ്, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്, മനസ്സിൽ ഒരുപാട് ദേഷ്യമുണ്ട്, മനസ്സ് സമചിത്തതയുള്ളതല്ല, ആ സമയത്ത് നമ്മുടെ ധ്യാനം വളരെ ചീത്തയായിട്ടുള്ള ധ്യാനമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ വേദനയുള്ള അനുഭവങ്ങളിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ വളരെ ശാന്തവും ഉജ്ജ്വലവും വ്യക്തവുമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും നമ്മൾക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർക്കണം. ചില സമയത്ത് നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് എങ്കിൽ ഇത് മനസ്സിൻ്റെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അഭ്യസിക്കണം. മനസ്സിൻ്റെ എത്ര തന്നെ അസ്വസ്ഥമായിട്ടുള്ള അനുഭവങ്ങൾ ആണെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു തുടക്കം ഉണ്ടാകും, അതേപോലെ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും. ഇത്തരം അവസ്ഥകൾ വരികയും പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ആ വേദനയുള്ള അനുഭവങ്ങളിൽ നിന്ന് ജ്ഞാനവും അതേപോലെ തന്നെ അന്തർദൃഷ്ടിയും ഉണ്ടാകും. അതേ സമയത്ത് നമ്മൾക്ക് വളരെ സുഖകരവും സന്തുഷ്ടവുമായിട്ടുള്ള അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആ അനുഭവത്തോട് ആസക്തമാകുക തന്നെ ചെയ്യും. അതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അഭിമാനിക്കും, അല്ലെങ്കിൽ ഇത്തരം സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തോ നേടി എന്ന് നമ്മൾ ചിന്തിക്കും. അത് വളരെ നല്ല ശുദ്ധമായിട്ടുള്ള സുഖകരമായിട്ടുള്ള അനുഭവമായിരുന്നു തുടക്കത്തിൽ. എന്നാൽ അതുമൂലം നമ്മൾക്ക് ദുഃഖവും പിന്നീട് അഭിമാനവും ഉണ്ടാകാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തന്നെ നമ്മൾ അനുഭവിക്കുകയാണെങ്കിലും, അത് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും, സുന്ദരമാണെങ്കിലും സുന്ദരമല്ലാത്തതാണെങ്കിലും, നമ്മൾക്ക് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം എന്തെങ്കിലും പഠിക്കാൻ സാധിക്കും, നമ്മൾ അതിനെ അതേപോലെ തന്നെ അനുവദിക്കുകയാണെങ്കിൽ. ഇതാണ് ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം. നമ്മൾ എന്താണ് പഠിച്ചത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാതെ എന്ത് അനുഭവമുണ്ടായി എന്നുള്ളതല്ല.